നമസ്കാരം. ഉഗാണ്ടയ്ക്കും ഒരു കഥ പറയാനുണ്ട്, ഒരു ക്രൂരതയുടെ കഥ. ആഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, ആഫ്രിക്കയുടെ കശാപ്പുകാരൻ, നരഭോജിയായ ഭരണാധികാരി. അങ്ങനെ അയാൾക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. 1971 മുതൽ 1979 വരെ ഉഗാണ്ട അടക്കി ഭരിച്ചിരുന്ന ക്രൂരതയുടെ മുഖമായ ആ ഏകാധിപതിയുടെ പേര് ഈദി അമീൻ. ഏകദേശം 5 ലക്ഷത്തോളം പേരാണ് ഇയാളുടെ ദുർഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ടത്. വെസ്റ്റ് നൈൽ പ്രവിശ്യയിലെ കൊക്കോബയിൽ 1925 ജനിച്ച അമീൻ 1946 ഉഗാണ്ട ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയിൽ ഒരു സാധാരണ കുക്കായി തന്റെ പട്ടാള ജീവിതം ആരംഭിച്ചു. 1952 കെനിയയിലെ സൊമാലിയൻ വിമതർക്കെതിരെ നടന്ന പടനീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചത് പട്ടാളത്തിൽ അമീന്റെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു. 6 അടി 4 ഇഞ്ച് ഉയരവും അതിനൊത്ത ശരീരവും ഉണ്ടായിരുന്ന അമീൻ 1951 മുതൽ 1960 വരെ ഉഗാണ്ടയിൽ ദേശീയ ബോക്സിംഗ് ചാമ്പ്യനും കൂടിയായിരുന്നു. 1970 ആയപ്പോഴേക്കും അമീൻ ഉഗാണ്ടൻ സൈന്യത്തിന്റെ കമാൻഡറായി വരെ ഉയർന്നു. 1965 കാലഘട്ടത്തിൽ ഉഗാണ്ടൻ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടോയുമായി ചേർന്ന് അയൽരാജ്യമായ സയറിൽ നിന്ന് ആനക്കൊമ്പും സ്വർണവും കടത്തുന്നതിനെതിരെ ഉഗാണ്ടൻ പാർലമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ അമീൻ രാജാവായ മുത്തേസ രണ്ടാമന്റെ കൊട്ടാരം ആക്രമിക്കുകയും രാജാവിനെ ബ്രിട്ടനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. താമസിയാതെ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടോയും അമീനും തമ്മിൽ തെറ്റി. ഒബോട്ടോ തന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച വിവരം അമീൻ അറിഞ്ഞു. അങ്ങനെ 1971 ജനുവരി 25 പ്രധാനമന്ത്രി ഒബോട്ടോ സിംഗപ്പൂരിൽ കോമൺവെൽത്ത് ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയ തക്കം നോക്കി അമീൻ ഉഗാണ്ടയുടെ പരമാധികാരം പിടിച്ചടക്കി. ഒബോട്ടോയുടെ അനുയായികളെ മുഴുവൻ കൊന്നൊടുക്കി. നിരത്തുകളിലും നദികളിലും ശവങ്ങൾ നിറഞ്ഞു. ക്രൂരതകൾ അവിടം കൊണ്ടും തീർന്നില്ല. ബ്രിട്ടനോടുള്ള വിരോധം കൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ ഉഗാണ്ടയിൽ ജോലി ചെയ്തിരുന്ന ഏഷ്യൻ വംശജരെ മുഴുവൻ നാടുകടത്തുകയും ചെയ്തു. അതുപോലെ അയൽ രാജ്യമായ താൻസാനിയയെ ആക്രമിക്കുവാൻ ഇസ്രായേലിനോട് ഇയാൾ പടക്കോപ്പുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. അത് കിട്ടാത്ത ദേഷ്യത്തിൽ രാജ്യത്തെ മുഴുവൻ ഇസ്രായേലി ഡിപ്ലോമാറ്റുകളെയും നാടുകടത്തി. 1976 ഇസ്രായേലിൽ നിന്നും 240 യാത്രക്കാരുമായി പറന്ന ഫ്രഞ്ച് വിമാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന സംഘടനയിലെ തീവ്രവാദികൾ റാഞ്ചി ഉഗാണ്ടയിലെ എൻറ്റബി വിമാനത്താവളത്തിൽ എത്തിക്കുകയുണ്ടായി. പക്ഷേ ഉഗാണ്ടൻ പ്രസിഡന്റായിരുന്ന ഈദി അമീൻ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലി സൈന്യം തടവിലിട്ടിരിക്കുന്ന 53 പലസ്തീൻ തീവ്രവാദികളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ഈ വിമാനം റാഞ്ചിയ തീവ്രവാദികളുടെ ഡിമാൻഡ്. എന്നാൽ ഇസ്രായേൽ സൈന്യം വളരെ ആസൂത്രിതമായി ആ എയർപോർട്ടിലെത്തി തീവ്രവാദികളെ കീഴ്പ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുകയുണ്ടായി. ഇതാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് അഥവാ ഓപ്പറേഷൻ എൻറ്റബി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സംഭവം ഈദി അമീന് ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം നാണക്കേടുണ്ടാക്കി. 1979 അമീനെതിരെ സൈനിക അട്ടിമറിയുണ്ടായി. വിമതസേന ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാല കീഴടക്കി. അതോടെ ഈദി അമീൻ ഒരു ഹെലികോപ്റ്ററിൽ ലിബിയയിലേക്ക് കടന്ന ശേഷം അവിടെ നിന്ന് സൗദിയിലേക്കും പോയി. കർശന ഉപാധിയിന്മേൽ സൗദി അമീന് അഭയം കൊടുത്തു. അങ്ങനെ ശിഷ്ടകാലം അവിടെയായിരുന്നു. എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലിന് വിപരീതമായിരുന്നു ഈദി അമീന്റെ വിധി. അവിടെ 3 പതിറ്റാണ്ടോളം സുഖലോലുപനായിട്ടായിരുന്നു അയാൾ കഴിഞ്ഞിരുന്നത്. ഒടുവിൽ 2003 ജൂലൈ മാസത്തിൽ ജിദ്ദയിലെ ആശുപത്രിയിൽ വെച്ച് തന്റെ 77ാമത്തെ വയസ്സിൽ 2 കിഡ്നിയും തകരാറിലായി ഇയാൾ മരണപ്പെട്ടു. ഉഗാണ്ടയിൽ ഇപ്പോഴും ഏകാധിപത്യം തന്നെയാണ്. ഒരു വ്യാഴവട്ടക്കാലമായി യൊവേരി മുസീവനി എന്ന ഭരണാധികാരി ഉഗാണ്ടയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈദി അമീൻ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന ജയിലറകൾ ഇന്ന് ഡാർക്ക് ടൂറിസത്തിന്റെ ഭാഗമാണ്. ഈദി അമീനെ കുറിച്ച് നരഭോജി എന്നൊരു വാദം കേട്ടിട്ടുണ്ടെങ്കിലും അതിലെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ആ ആരോപണത്തിന് കാരണമായത് ഒരു മീഡിയയുടെ ഇന്റർവ്യൂവിൽ താങ്കൾ മനുഷ്യമാംസം കഴിച്ചിട്ടുണ്ടോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ അമീൻ പറഞ്ഞ മറുപടിയായിരുന്നു. അതിന് അമീൻ പറഞ്ഞ മറുപടി മനുഷ്യമാംസത്തിന് ഉപ്പ് കൂടുതലാണ്, തനിക്ക് ഉപ്പ് അധികം ഇഷ്ടമല്ല എന്നായിരുന്നു. അത് തിരിച്ച് ഒരു കൗണ്ടർ അടിച്ചതാണോ എന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. മനുഷ്യമാംസം രുചിച്ചിട്ടുള്ളവർക്കല്ലേ ഉപ്പാണെന്ന് അറിയാൻ പറ്റൂ. അതിലെ ശരിയും തെറ്റും എന്തു തന്നെയായാലും ഹിറ്റ്ലർ, മുസോളിനി എന്നീ പേരുകൾക്കൊപ്പം ചേർത്ത് വായിക്കേണ്ട പേര് തന്നെയാണ് ഈദി അമീൻ. ഇയാളെക്കുറിച്ച് എത്ര ചുരുക്കി നമ്മൾ പറയാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. അമീനെക്കുറിച്ച് ഇനിയും ധാരാളം വിവരങ്ങൾ പറയാനായുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.